ജീവിതത്തിലെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളോട് ഏറ്റുമുട്ടി പരാജയപ്പെട്ടു പോയ പല മനുഷ്യരുണ്ട്. കഴിഞ്ഞ ദിവസം ചാനലിലും പത്രത്തിലുമൊക്കെ ഒരാള് അയാളുടെ 8 വയസ്സുള്ള മകൻ കോടതി ഉത്തരവിനാല് അമ്മ കൊണ്ടുപോയതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ഒരു സംഭവം വായിച്ചു. അതിന്റെ ബാക്കിലെ സ്റ്റോറി എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കേട്ടതാണ്. ജീവിതത്തില് രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ഭാര്യയെ വിദേശത്ത് അയച്ച അയാള് പിന്നീട് കേൾക്കുന്നത് ഭാര്യ വേറെ ആരുടെയോ കൂടെ പോയി കല്യാണം കഴിച്ച് ജീവിക്കുന്നതും ഇയാളെയും കുട്ടിയെയും തിരസ്കരിക്കുന്നതുമാണ്. തുടർന്ന് അയാള് നിവൃത്തിയില്ലാതെ ജീവിതത്തിലെ കുട്ടിയെ എങ്ങനെ വളർത്തും എന്നൊക്കെയുള്ള ഒരു സങ്കടവും നഷ്ടപ്പെട്ടു മാനനഷ്ടവും ഒക്കെ കൊണ്ട് അയാള് മരണത്തെ വരിച്ച ഒരു സംഭവം നമ്മളെല്ലാം കേട്ടു. കോടതി ഉത്തരവ് വേണ്ടി വന്നു, സ്വന്തം അച്ഛൻ്റെ ചിലയ്ക്ക് തീ കൊടുത്താൽ കുട്ടിയെ കൊണ്ടുവരാൻ. അപ്പോൾ മനുഷ്യർക്ക് എങ്ങനെ ഇത്രമാത്രം ക്രൂരമാകാൻ കഴിയും എന്നാണ് മനസ്സിലാവാത്തത്. ഞാനിപ്പോൾ പെട്ടെന്ന് ഓർത്തത് കുറേ സംഭവങ്ങളുണ്ട്, പക്ഷെ എല്ലാം പറഞ്ഞാൽ എനിക്ക് ഒന്നാമത് സമയം ഉണ്ടാവില്ല, അല്ല നിങ്ങൾ ബോറടിക്കും. അപ്പം അതുകൊണ്ടാണ് ഞാൻ എല്ലാ സംഭവങ്ങളും ബാക്കിയൊക്കെ എനിക്ക് പറയാം. പലതും ഇനിയും ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വരുമ്പോൾ ഞാൻ പറയാം. ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ പറ്റി മാത്രം പറയുന്നതല്ല, രണ്ട് കൂട്ടരിലും ഉണ്ട് ആൾക്കാർ. പക്ഷെ ഇത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒരു സംഭവമാണ്. ഞാൻ എറണാകുളത്ത് പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ ആയിരിക്കുമ്പോൾ ഒരു സ്റ്റേഷൻ എൻ്റെ കീഴിലുള്ള ഒരു പോലീസ് സ്റ്റേഷൻ വിസിറ്റ് ചെയ്യാൻ. അപ്പോൾ ഞാൻ അവിടെ വൈകുന്നേരം CA ഉണ്ട്, ഞങ്ങൾ സംസാരിക്കാൻ. അപ്പോൾ കേസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുന്നു. അതിനകത്തുനിന്ന് ഒരാൾ ഇറങ്ങി വരുന്നു. അപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ അയാളുടെ കയ്യിൽ എന്തോ ഒരു സാധനം, ഒരു ആയുധം ഉണ്ടെന്ന് പോലെ എനിക്ക് തോന്നി. അപ്പം ഞാൻ പെട്ടെന്ന് അലർട്ടായി. അപ്പോൾ അതൊക്കെ നിൽക്കുന്ന പാറാവുകാരനോട് പറയണം, ഇയാളുടെ കയ്യിൽ എന്തോ ഉണ്ടെന്ന് പറയാൻ വേണ്ടി പാറാവുകാരനെ വിളിക്കാൻ ബെല്ലടിച്ചപ്പോൾ തന്നെ ഇയാൾ സ്റ്റേഷനകത്തേക്ക് വളരെ വേഗത്തിൽ നടന്ന് കയറി വന്നു. ഓട്ടോറിക്ഷക്കാരൻ തിരിച്ചു പോവുകയും ചെയ്തു. പാറാവുകാരൻ്റെ മുമ്പിലേക്ക് വന്നപ്പോൾ ഞാനിങ്ങനെ ഹാഫ് ഡോറിന് അടിയിൽ കൂടെ നോക്കുന്നുണ്ട്, ഇയാൾ എന്താണ് ചെയ്യാൻ പോകുന്നത്. അയാൾ കയറി വരുന്നത് കണ്ടാൽ നമുക്കറിയാം, വല്ലാത്ത ഒരു ഭാവമായിരുന്നു അയാളുടെ മുഖത്തൊക്കെ. മുടിയൊക്കെ ഉഴപ്പിക്കിടപ്പുണ്ട്, മുഖത്ത് വലിയ ഒരു സംഘർഷം കാണാം. ഇതൊക്കെ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലാവണം എന്തോ കുഴപ്പമുള്ള ഒരാളാണ് ഈ കയറി വരണം. ഞാനപ്പോൾ ബെല്ലടിച്ചു. അപ്പോൾ പറഞ്ഞു, സാറേ ഒരാൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ വിളിക്കാൻ പറഞ്ഞു തീർന്നതിന് തന്നെ പുള്ളി ഡോർ തള്ളി തുറന്ന് അകത്തേക്ക് കയറി. അപ്പോൾ എനിക്ക് കയറി വന്നപ്പോൾ എനിക്ക് തോന്നി ആള് വല്ലാതെ വയലൻ്റ് ആയിരിക്കുകയാണ്. ഞാൻ എന്താ കാര്യം ചോദിച്ചു. ഞാൻ പുറകെ കസേരയൊക്കെ ഒന്ന് മാറ്റിയിട്ടു, കാരണം തൊട്ട് മുമ്പിൽ CA ഇരിക്കുകയാണ്. ഈ വരുന്നയാൾ ഇനി ഇറങ്ങണമെന്ന് ഉപദ്രവിച്ചാലോ എനിക്കൊന്ന് പ്രതിരോധിക്കാൻ സമയം വേണ്ടേ. അപ്പോൾ ഈ CA സൈഡിലിട്ടിരുന്ന കസേരയിലോട്ട് പുള്ളി ആരോടും പറയാതെ ഇരുന്നു. എനിക്ക് അല്പം വെള്ളം വേണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളകത്തുനിന്ന് കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. നോക്കി ഇരിക്കുമ്പോൾ ഒരു കത്തി എടുത്ത് മേശപ്പുറത്തേക്ക് വെച്ചു. അപ്പോൾ എൻ്റെ ഊഹം ശരിയായി, ഇയാളുടെ കയ്യിൽ എന്തോ ഉണ്ടെന്നുള്ളത്. അപ്പോൾ എൻ്റെ പറഞ്ഞു, ഞാനൊരു കൊല ചെയ്തിട്ട് വന്നതാണ്. എന്നോടല്ല, CAയോട് പറഞ്ഞു. അപ്പോൾ അയാൾക്ക് ഞങ്ങൾ ആരാണ്, അവിടുത്തെ സീനിയർ ഉദ്യോഗസ്ഥരെന്നോ ഒന്നും അറിയത്തില്ല. തൊട്ടടുത്തിരുന്ന ആളുടെ മുഖം നോക്കി പറഞ്ഞു, എനിക്ക് ഞാൻ ഒരു കാര്യം പറയാനുണ്ട്, ഞാൻ ഒരാളെ കൊന്നിട്ട് വരിക. അപ്പോൾ CA വല്ലാതെ ഇങ്ങനെ ഒന്ന് പരിഭ്രമം. കൊന്നിട്ട് നേരെ ഹാജരാകുക. സാധാരണ നമ്മൾ കഷ്ടപ്പെട്ട് രാവും പകരം പുറകെ നടന്ന് പിടിക്കുകയാണല്ലോ പതിവ്. ഓ, അങ്ങനെ സംഭവിച്ചാൽ എന്താ കാര്യം ചോദിച്ചു. ആരെയാണെന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ ഭാര്യയെ തന്നെ കൊന്നിട്ടാണ് വന്നത്. എന്ത് പറ്റി? അപ്പോൾ പറഞ്ഞു, എനിക്ക് വെള്ളം തന്നത്. വെള്ളം കൊടുത്ത് ഗ്ലാസ് താഴെ. അപ്പോൾ തന്നെ ഞാൻ മറ്റേ നമ്മുടെ സാധാരണ ഗ്ലാസ്സാണ്, അതവിടെ നിന്ന് എടുത്ത് എൻ്റെ സൈഡിലേക്ക്, മേശയുടെ സൈഡിലേക്ക് മാറ്റി വെച്ചു. കാരണം അതിൽ ആയുധമാണല്ലോ, ഞാൻ ഓർമ്മേണ്ടത്. ഗ്ലാസ്സിൻ്റെ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ശരി പറയാൻ പറഞ്ഞു. അപ്പോൾ അയാൾ എൻ്റെ നേരെ നോക്കി. എന്നിട്ട് സംസാരിച്ച്, സാറേ എൻ്റെ ഭാര്യ ഞാൻ ഇപ്പോൾ കഴുത്തറുത്ത് റോഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ എണീച്ച്, എവിടെ? സാറേ പറയാം. അപ്പം പിന്നെ CAയോട് ഇത് സംസാരിക്കുമ്പം അവിടെ നിന്നൊരു പോലീസുകാരനെ CA അപ്പം തന്നെ വിളിച്ചു, പെട്ടെന്ന് പോയി നോക്കാൻ വേണ്ടി. ഒന്നുകൊണ്ട് പോലീസുകാരുടെ ജീപ്പ് അടക്കം പറഞ്ഞു. അത് എന്താ സംഭവം പറയും. അപ്പോൾ പറഞ്ഞു, എൻ്റെ ഭാര്യയെ ഞാനുമായിട്ട് കുറച്ച് കാലമായിട്ട് മാനസികമായ അകർച്ചയിലാണ്. എന്ത് പറ്റി, കാരണം എന്താണ്? അപ്പോൾ അവള് ജോലി സ്ഥലത്ത് പിന്നെ തയ്യൽ, അങ്ങനെ കുറേ പരിപാടിയുണ്ട് അവിടെ, ബ്യൂട്ടി പാർലർ, അങ്ങനെയൊക്കെ പോകും. അപ്പോൾ അവിടെ എവിടെയോ വെച്ചാൽ അവൾ ഒരാളെ പരിചയപ്പെട്ടു. ആ ആളുമായിട്ട് അവൾ പതുക്കെ അടുപ്പത്തിലായി, സ്നേഹബന്ധത്തിലായി. ഞാൻ അറിയാതെ അവൾ കഴിഞ്ഞ 1-2 വർഷമായിട്ട് അയാളെ സ്ഥിരം കാണുകയും അയാളുടെ കൂടെ എവിടെയെങ്കിലുമൊക്കെ സഞ്ചരിക്കുകയും അവരൊരുമിച്ച് പല സ്ഥലത്തും പോയി താമസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. അപ്പോൾ എനിക്കിതൊന്നും താങ്ങാൻ പറ്റില്ല സർ, എനിക്ക് സഹിച്ചില്ല. ഞാൻ അവളോട് പറഞ്ഞു, ഇതുവരെ നമുക്ക് 2 കുട്ടികളുണ്ട്, കുട്ടികൾ വളർന്നു വരികയാണ്, നീ പറ്റിയ അബദ്ധങ്ങളൊക്കെ മറന്നേക്ക്, ഇനി അതിൻ്റെ പുറകെ പോകണ്ട, കാരണം അത് വലിയ കുഴപ്പങ്ങളിലേക്ക് ചാടിക്കും, കുട്ടികളുടെ ഭാവി വെള്ളത്തിലാവും. ഞാനാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നീ അങ്ങനെ എന്ത് ചെയ്യും? അപ്പോൾ അതിനൊന്നും നമുക്ക് മറുപടിയില്ല. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞത്, എനിക്ക് ഈ ബന്ധത്തിൽ നിന്ന് മാറാൻ പറ്റാത്ത വിധം ഞാൻ അങ്ങനെ
അയാളുമായിട്ട് അടുത്ത് പോയി ഞാൻ. അപ്പോൾ നിന്റെ കുട്ടികളെ നിങ്ങൾ നോക്കിക്കോളൂ. എന്നായി നീ എന്ത് ചെയ്യും? ഞാൻ അയാളുടെ കൂടെ പോകും. അപ്പം ഞാൻ അവിടെ വീട്ടുകാരെയൊക്കെ അറിയിച്ചു, ബന്ധുക്കളെയൊക്കെ അറിയിച്ച് അവരെല്ലാം വന്ന് സംസാരിച്ചു. ആരൊക്കെ സംസാരിച്ചിട്ടും എന്തെല്ലാം പറഞ്ഞിട്ടും ഇവള് ഒരു കാരണവശാലും അതിൽ നിന്ന് തിരിച്ചു വരില്ല എന്ന് തന്നെയാണ് എന്നോട് പറയണം. അപ്പോൾ അതിനേക്കാൾ ഉപരി വളരെ പെട്ടെന്നാണ് അവൾക്ക് മാനസികമായ പരിവർത്തനമൊക്കെ ഉണ്ടായത്. അവൾക്ക് ഈ കുട്ടികളെ പോലും കാണണ്ട, കുട്ടികൾ എൻ്റെതാണ്. അതുകൊണ്ട് കുട്ടികളോട് പോലും അവൾക്ക് ഭയങ്കര ദേഷ്യമാണ്. ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ മടി. അപ്പം ഞാൻ തന്നെ ഉണ്ടാക്കണം. കുട്ടികളുടെ ഡ്രസ്സൊന്നും കഴുകി കൊടുക്കത്തില്ല, അതൊക്കെ ഞാൻ തന്നെ ചെയ്യണം. വീട്ടിൽ വന്നാൽ ഒരു മൊബൈൽ ഫോണും വെച്ചിട്ട് എന്തൊക്കെയോ മെസ്സേജ് അയക്കും, ചിരിക്കും. ഞാൻ ഒരു ദിവസം മൊബൈൽ ഫോൺ വാങ്ങിച്ചു വെച്ചു. അന്ന് രാത്രി അവൾ എൻ്റെ അടുത്ത് പറഞ്ഞ് രാത്രി ഉറങ്ങി കിടക്കുമ്പോൾ എന്നെ വെട്ടിക്കൊല്ലുമെന്നാണ്. അത്രയ്ക്ക് അവൾ വയലൻ്റായി. അപ്പം ഞാൻ ഫോൺ തിരിച്ചു കൊടുത്തു. അങ്ങനെ ഇരിക്കെ ഇവള് ഒരു ദിവസം വൈകുന്നേരം ഇവളുടെ സ്കൂട്ടർ എടുത്തിട്ട് ഇറങ്ങി. അപ്പം ഞാൻ പുറകെ താക്കോല് പിടിച്ചു വെച്ചു. അങ്ങനെ പോണ്ട, രാത്രി അങ്ങനെ സന്ധ്യയോടെ ഒന്നും പോകാൻ സമ്മതിക്കത്തില്ല എന്ന്. അപ്പം നീ എൻ്റെ ആരുമല്ല. അപ്പം ഞാൻ നിന്നെ കല്യാണം കഴിച്ചാണെന്നോ, നീ എൻ്റെ ആരുമല്ല, ഞാൻ പോകും എന്ന് പറഞ്ഞു. അത് പറയുകയല്ല, ഇയാൾക്ക് എൻ്റെ താക്കോല് തട്ടിപ്പറിച്ചെടുത്തിട്ട് ഇവിടെ വണ്ടി എടുത്ത് അങ്ങ് പോയി. അപ്പോൾ ഞാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയായി പോയി. 2 കുട്ടികൾ, ഭാര്യ, ഇങ്ങനെ ഇവൾക്ക് മാനസിക വിഭ്രാന്തി വല്ലതുമാണോ എന്നെനിക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പലരെ കൊണ്ടുപോയി കാണിക്കാൻ നോക്കി വരില്ല എന്ന് പറഞ്ഞ് അവളുടെ വീട്ടുകാരെ അറിയിച്ചു. അവർ വന്ന് സംസാരിച്ച് അപ്പോഴെല്ലാം ഈ ഒരൊറ്റ സ്റ്റാൻഡാണ്, എനിക്ക് ഇയാളുടെ കൂടെ ഇനി ജീവിക്കേണ്ട, അത് തന്നെയാണ്. അതിനേക്കാളുപരി ഇവള് അവളുടെ കൂട്ടുകാരികളോടൊക്കെ എനിക്ക് എന്തൊക്കെയോ കുഴപ്പമുണ്ട് എന്നൊക്കെ പറഞ്ഞ് വരുത്താൻ തുടങ്ങി. അപ്പോൾ വളരെ മോശമായി എന്നെ ചിത്രീകരിക്കാനും ഞാൻ വലിയ കുഴപ്പക്കാരനാണെന്നുള്ള രീതിയിൽ പറഞ്ഞു വരുത്താനും ഒരു മാനിപ്പുലേറ്റീവ് മൈൻഡ് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് ചെന്ന് ഇവള് പീഡിപ്പിക്കപ്പെട്ടവളാണെന്ന്, ഞാൻ കുഴപ്പക്കാരനാണെന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരുടെ ഇടയിൽ, നാട്ടുകാരുടെ ഇടയിലൊക്കെ എന്നെപ്പറ്റി വളരെ മോശമൊരു അഭിപ്രായം സൃഷ്ടിക്കാനൊരു ശ്രമം നടക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം ഇവളിതുപോലെ പോകാൻ പോയപ്പോൾ ഞാൻ അവളെ പിടിച്ചു, ഒരടി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അടി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവളെ എന്നെ അടിച്ചിട്ട് എന്നോട് പറഞ്ഞ് ഞാൻ അവൻ്റെ വീട്ടിൽ പോവുകയാണ്, അവിടെയാണ് കിടക്കാൻ വേണ്ടത്, നീ വേണമെങ്കിൽ വാ, അവിടെ ഒന്ന് കൂട്ടിന് തള്ളാൻ പറഞ്ഞു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്നതിൻ്റെ മാക്സിമം ഒരു ഇൻസൾട്ടായിരുന്നു. എൻ്റെ ഭാര്യ രാത്രിയിൽ അവളുടെ കാമുകൻ്റെ കൂടെ പോകുന്നതിന് ആ വീട്ടിൽ ചുറ്റി ചെല്ലുമ്പോൾ ഞാൻ പോയി കാവലിരുന്നോളാൻ പറയുന്നതിൻ്റെ ഒരു ഗതികേട്ടിലേക്ക് ഞാനെന്ന് പറയുന്ന പുരുഷൻ തരം താഴ്ന്നു പോയി എന്നുള്ളത് എൻ്റെ മനസ്സിൽ സൃഷ്ടിച്ച വലിയ ഒരാഘാതമായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണം ഞാനിങ്ങനെ ആലോചിച്ചു. ചിലപ്പോൾ ഒന്ന് ഭയപ്പെടുത്തിയാൽ ഇത് അവസാനിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഒരു ദിവസം ഇവള് എറണാകുളത്ത് ഉള്ള അവിടെ നിന്ന് ഈ സ്ഥലത്തേക്ക് പോവുകയാണ്, ഇയാളുടെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുമ്പം ഞാൻ അന്ന് കൈ കരുതി വെച്ച് കത്തിയുമായിട്ട് വഴി കാത്തു നിന്നു. ഒന്ന് പേടിപ്പിക്കണമെന്നേ എനിക്കുണ്ടായിരുന്നുള്ളൂ. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ജംഗ്ഷൻ തിരിഞ്ഞപ്പോൾ സ്ലോ ചെയ്തിട്ടുണ്ട്. ഞാൻ പുറകെ നട്ടുചാട്ടത്തിന് സ്കൂട്ടറിൻ്റെ പുറകെ കയറി. അപ്പോൾ സ്കൂട്ടർ പതുക്കെ മുമ്പോട്ട് പോകാൻ തുടങ്ങി. ഞാൻ പുറകെ കയറിയെന്ന് അറിഞ്ഞപ്പോൾ ഇവള് ശരിക്കും ഭ്രാന്തിയപ്പോഴായി. വണ്ടി അങ്ങനെ ഓടിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ലോറിയിൽ ഇടിച്ച് മരിക്കുമെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു, ഏതായാലും നമ്മൾ രണ്ടുപേരും ഇങ്ങനെയായി, തൊലയാൻ തന്നെ തീരുമാനിച്ചു. അപ്പം നീ എവിടെ വേണമെങ്കിലും ഇടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവള് സ്പീഡിൽ വണ്ടി ഓടിച്ചിട്ട് എന്നോട് വളരെ മോശമായൊരു കാര്യം പറഞ്ഞു, നീ വന്ന് കണ്ടിരുന്നോളാൻ പറഞ്ഞു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം മാക്സിമമായിരുന്നു. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കത്തി ഊരി അവിടെ കഴുത്തി വെച്ചു. എന്ന് പറഞ്ഞ് ഇനി നീ കണ്ടിട്ടില്ലാത്ത ഒരാളായിരിക്കും ഞാൻ വളരെ ഉറപ്പിച്ചാണ് പറഞ്ഞത്. അതുവരെയുള്ള വളരെ സാധുവായ, സോഫ്റ്റായി സംസാരിക്കുന്ന, അവളെ ഉപദ്രവിക്കാത്ത, അവൾക്ക് കുട്ടികൾക്ക് വേണ്ടി ജീവിച്ച ഒരാളെ മാത്രമേ അവൾക്ക് പരിചയം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ അധിക്ഷേപത്തിൻ്റെ മാക്സിമം കിട്ടിക്കഴിഞ്ഞപ്പം ഇനി ജീവിക്കേണ്ടെന്ന് എനിക്കും തോന്നി. ഞാൻ ഈ കഴുത്തിൽ വെച്ച കത്തി പതുക്കെ മുറുക്കിയിട്ട് പറഞ്ഞ്, ഞാൻ തമാശ പറഞ്ഞതല്ല, നിന്നെ കൊല്ലാൻ വേണ്ടി തന്നെയാണെന്ന്. അപ്പോൾ അവൾക്കൊരു സംശയം. ഇവള് വണ്ടി മുമ്പോട്ട് കൊണ്ടുപോയി. റോഡിൻ്റെ മറുവശത്ത് കുറച്ച് ചുമട്ട് തൊഴിലാളികൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അവളുടെ നേരെ ഓപ്പോസിറ്റ് കൊണ്ട് വണ്ടി നിർത്തിയിട്ട് അവൾ ഒച്ചത്തിൽ അലറി, ചേട്ടന്മാരെ ഓടിവാ, എന്നെ കൊല്ലാൻ പോകുന്നു. അപ്പോൾ അവർ നോക്കിയപ്പം ഞാൻ സ്കൂട്ടറിൻ്റെ പുറകിലിരുന്ന് ഇവളുടെ കഴുത്തിൽ കത്തി വെച്ചിട്ടുണ്ട്, ഇവളുടെ മുടിയെ പിടിച്ചിട്ടുണ്ട് ബലമായിട്ട്. സ്കൂട്ടർ മുമ്പോട്ട് പോകാത്ത വിധത്തിൽ. അപ്പോഴും കൊല്ലണമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തിയില്ല. ഭയപ്പെടുത്തി കൊണ്ടുപോകണമെന്നാണ് ഞാൻ ചിന്തിച്ചത് എന്നാണ് അയാൾ പറഞ്ഞത്. പക്ഷേ
ഇത് കേട്ട ഉടനെ അവിടുന്ന് ആൾക്കാർ ഓടിക്കൂടിയപ്പം ഞാൻ ഇനി ഇവിടെ വെച്ചേക്കണ്ട, കാരണം അവൾ വന്ന് രക്ഷിച്ചിട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും ഇതൊക്കെ തന്നെയല്ലേ ആവർത്തിക്കുള്ളൂ, കൊല്ലണം എന്ന് എനിക്ക് തോന്നി. ഞാൻ കത്തി ചേർത്ത് വെച്ചിട്ട് ആരും വരരുതെന്ന് പറഞ്ഞു. പക്ഷേ കുറച്ച് പേര് ഓടി പുറകോട്ട് മാറി. അതിൻ്റെ സൈഡിൽ നിന്ന് ഒരാൾ അല്പനേരം നോക്കി കണ്ട് റോഡ് ക്രോസ് ചെയ്ത് എൻ്റെ നേരെ അലറിക്കൊണ്ട് ഓടി വരുന്നത് ഞാൻ കണ്ടു. അയാളുടെ കയ്യിൽ ഒരു വടിയുണ്ട്. അപ്പം എന്നെ അടിച്ചു മാറ്റിയിട്ട് പോകുമെന്നും ഞാനിവിടെ കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ കേസിൽ ജയിലിൽ പോകുമെന്നും അതൊക്കെ സൗകര്യമാണെന്നും എൻ്റെ മക്കളെല്ലാം വീണ്ടും വെള്ളത്തിലാവുമെന്നും ഒരു തോന്നൽ വന്നപ്പോൾ എനിക്ക് സഹിച്ചില്ല. ഞാനൊരൊറ്റ വലിയങ്ങ് വലിച്ചു. മുറിയും എന്നെനിക്കറിയാമായിരുന്നു. നല്ല ശക്തിയിലൊരു വലി വലിച്ച് കത്തി കയ്യിലെടുത്തേക്ക് സ്കൂട്ടറിൻ്റെ പുറത്തേക്ക് ചാടി അപ്പോൾ ഇവള് താഴേക്ക് വീണപ്പം എൻ്റെ മനസ്സിൽ കൂടെ ഞാൻ പണ്ട് ആ ഒരു സെക്കൻഡ് നേരത്തേക്ക് അവിടെ പണ്ട് ഞാൻ ഇഷ്ടപ്പെട്ടതും ഞാൻ മിന്നു കെട്ടിയതുമായ കഴുത്തിന് തന്നെ ഞാൻ ഈ കത്തി വെച്ച് വലിക്കേണ്ടി വന്നല്ലോ എന്നോർത്തപ്പം എനിക്ക് ഒളിവിൽ പോകാൻ തോന്നിയില്ല. ഇനി മക്കളെ എൻ്റെ അച്ഛനും അമ്മയും നോക്കട്ടെ, അവർ കഴിയുന്നത് പോലെ. എനിക്ക് എന്തായാലും ശിക്ഷ കിട്ടുമെന്ന് എനിക്കറിയാം. ഞാൻ അവൾക്ക് കൊടുത്ത മുഴുവൻ സ്നേഹവും, ഞാൻ കെട്ടിയ താലിയും, ഞാൻ കെട്ടിയ പെണ്ണിനെയും ഞാൻ തന്നെ കൊന്നിട്ടിട്ടാണ് സാർ വന്നത്. അത് പറഞ്ഞു തീർന്നു കഴിഞ്ഞിട്ട് അയാൾ ബാക്കി വെള്ളം കൂടെ കുടിച്ച് അനങ്ങാതെ മേശപ്പുറത്ത് തല വെച്ച് കിടന്നു. ആ ഒരു മനുഷ്യൻ്റെ ആ സമയത്തെ ഇമോഷൻസ് നമുക്ക് എങ്ങനെ പറയണമെന്നറിയില്ല. അയാൾ കൊടുക്കാവുന്നതിൻ്റെ ഒരു മാക്സിമം സ്നേഹം കൊടുത്ത് അയാളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ കുടുംബം പുലർത്തിക്കൊണ്ട് അയാൾ സാധാരണ കുറേ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളാണ്. അയാൾക്ക് നല്ല രീതിയിൽ ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് പോകണമെന്ന് ഏതൊരു രീതിയിലാണെന്ന് അയാളുടെ കുടുംബജീവിതം അയാൾ ആഗ്രഹിച്ചത്. പക്ഷേ ഈ സ്ത്രീ കിട്ടിയ സാഹചര്യത്തിൽ വഴിതെറ്റിപ്പോയതിനെ തുടർന്ന് ഒരു കോംപ്രമൈസും ഇല്ലാതെ ഒരു പക്ഷേ അയാളുടെ കയ്യിൽ നിന്ന് പോയിരുന്നെങ്കിൽ ഈ മർഡറെങ്കിലും ഒഴിവാകുമായിരുന്നു. അതിന് പകരം അത്രയും ഇഷ്ടപ്പെട്ടിരുന്ന അയാളെ അതുപോലെ നിശ്ചിതമായി ആളുകളുടെ കൂട്ടത്തിലൊക്കെ വെച്ച് ചീത്തയാക്കുകയും അയാളെ മുഖത്ത് നോക്കി അയാളൊരു പുരുഷനാണെന്നുള്ള ബോധമില്ലാതെ അയാളെ അധിക്ഷേപിക്കുകയും ചെയ്തതിൻ്റെ ഒരു ബാക്കി പത്രമാണ് ആ മർഡർ കേസ്. ഞങ്ങൾ അതിനുശേഷം പിന്നെ ഒന്നും ചെയ്യാൻ വലിയ അന്വേഷണത്തിനൊന്നും ആവശ്യമില്ലല്ലോ, അയാൾ തന്നെ ഒന്ന് കൺഫസ് ചെയ്തിരിക്കല്ലേ. പിന്നെ എല്ലാം മുറ പോലെ CA അന്വേഷിക്കുകയും ഞങ്ങളുടെ ഡയറക്ഷൻ കൊടുക്കുകയൊക്കെ ചെയ്തു. ഞാൻ കുറച്ച് ഡയറക്ഷൻസ് മാത്രം ഇട്ടാൽ മതി. അയാളെ അറസ്റ്റായി റിമാൻഡ് ചെയ്തു. ഈ പെണ്ണിൻ്റെ മരിച്ചുപോയ പെൺകുട്ടിയുടെ കാമുകനെ പറ്റി ഞങ്ങളൊന്ന് അന്വേഷിച്ചു. അയാൾ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. പുതിയ സ്ത്രീകളുമായി ബന്ധം സ്ഥാപിക്കുക, അവരെല്ലാം കുഴപ്പത്തിൽ ചടിക്കുക. അയാളുടെ ചരിത്രം പരിശോധിച്ചാൽ ഒരു 6-7 സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊന്നും അയാൾ ഒരു സ്ഥിരമായി ഇവളോടുള്ള അമിതമായ സ്നേഹം വെച്ചിട്ടുള്ളൊന്നും അല്ല അവിടെ ഇങ്ങനെ ഒരു കുരുക്കിലാകപ്പെടുത്തിയത്. കുറച്ചു കാലം കൊണ്ടു നടന്നിട്ട് അയാൾ അവിടെ ഇട്ടിട്ട് പോകുന്നു. ഇതിനെപ്പറ്റിയൊന്നും കൂടുതൽ പഠിക്കാത്ത മനസ്സിലാക്കാത്ത പലരും പോയി ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ പെട്ടുപോകും. അതിനെപ്പറ്റി നമുക്കൊന്നും പറയാനില്ല. അയാൾ ഞാനൊരു വൃത്തികെട്ട സ്വഭാവത്തിൻ്റെ ഉടമയാണ്. സംഭവം ഞാൻ പറയാൻ കാരണം ചില സമയങ്ങളിൽ ചില മനുഷ്യർ നിസ്സഹായരായി പോകാറുണ്ട്. അവരെ എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്കറിയില്ല. ഈ കൊച്ചുകുട്ടിയുടെ വിഷയത്തിൽ അവൻ എങ്ങനെയായിരിക്കും ഇനി വളർന്നു വരിക? സ്വന്തം അച്ഛനെ ചതിച്ച ഒരമ്മയുടെ കൂടെ ആയിരിക്കും ഇനി അവൻ്റെ ബാക്കി ജീവിതം. അവൻ സമൂഹത്തിൽ എങ്ങനെ വളർന്നു വരുമെന്നതിനെ പറ്റി വലിയ ആശങ്കയുണ്ട്.